ഇപ്പോൾ MK ഭദ്രകുമാർ ചേരുകയാണ്. ശ്രീ MK ഭദ്രകുമാർ, വളരെ വേദനിപ്പിക്കുന്ന ഒരു അക്രമ പ്രവർത്തനമാണ് പെഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത്. 29 പേർ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ-ഇ തൊയ്ബയുടെ ഒരു ഉപസംഘടന ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അതെ, ഇത് വളരെ ഷോക്കിങ്ങും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. എന്ന് വെച്ചാൽ ഇത് കാശ്മീരില് മൊത്തത്തില് ഒരു നോർമൽസി, ഒരു ന്യൂ നോർമൽസി വന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കാലങ്ങളിൽ. അത് ഷാറ്റർ ചെയ്യുന്നു ഈ സംഭവം കാരണം. അപ്പോൾ എന്റെ അനുമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഇത് ചെയ്തവരുടെ കയ്യിലുള്ളത് ഈ നോർമൽസി എന്നുള്ള ഈ പ്രതീതിയെ ഇതിനെ തകർക്കുക എന്നുള്ളതാണ്. അത് ഒരു വേക്കപ്പ് കോള് പോലെ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഞാനിപ്പം നേരത്തെ പറഞ്ഞത് ഞാൻ സൂക്ഷിച്ച് കേട്ടു. ഈ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ അല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ടാർഗറ്റാണ് എടുത്തു എന്നുള്ളത്. അതിന്റെ പിറകിൽ ഒരു മീനിങ് ഉണ്ട്. എന്നുവെച്ചാൽ ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു വലിയ ഒരു സെൻസേഷണൽ ആയിട്ടുള്ള ഒരെണ്ണം സ്റ്റേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം പബ്ലിസിറ്റി. ഇപ്പൊ അത് പറയുന്നത് ശരിയായിരിക്കത്തില്ലായിരിക്കും, പക്ഷെ ഒരു കാര്യം, ഈ സാധാരണ ആളുകളെ ഇങ്ങനെ അവിടുത്തെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു പരിധിവരെ ഒരു വില കിട്ടുകയുള്ളൂ. ഇത് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇതിന്റെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇപ്പൊ തന്നെ ഫോറിനേഴ്സിനെ കൊന്നിരിക്കുന്നു. ഇന്റർനാഷണൽ ആയിട്ടുള്ള അറ്റൻഷൻ ഉടനെ തന്നെ അത് ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പിറകിലുള്ളത് ഒരു വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ അവിടുത്തെ പാകിസ്ഥാനി ആർമി ചീഫിന്റെ മുനീറിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഈ കശ്മീര് ജുഗുലർ വെയിൻ ആണെന്നുള്ളത്, പാകിസ്ഥാന്റെയും ജുഗുലർ വെയിലാണെന്നും പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ച. അപ്പൊ അതൊരു മേജർ സിഗ്നൽ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കണം. എന്റെ ഇതിൽ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ തലപ്പത്തിരിക്കുന്ന മനുഷ്യൻ ഇത്തരത്തിലുള്ള ഒരു രൂക്ഷമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കുന്നത് കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള അല്ലാതെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കുന്ന, ഇപ്പൊ റിപ്രഷനും അങ്ങനെയുള്ള ഒരു ഇഷ്യൂ അല്ല അവിടെ ഉള്ളത് ഇറക്കുന്നതും. പിന്നെ ഇവിടെ ഇന്ത്യയിലെ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വഖഫ് ഇതിന്റെ ഇതുമൊക്കെ ഉള്ളത്. അപ്പോൾ അത് കാരണം അവരത് ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവാണ് അവരുടെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് അവരുടെ മോട്ടിവേഷൻ എന്താണെന്നുള്ളത് ഇത് മനസ്സിലാക്കണം. ഒന്ന്, സിഗ്നൽ ചെയ്യുകയാണ് അവർ ഇന്നും ഇതിനെ ഈ പ്രസ്ഥാനത്തെ, ഈ ക്രോസ് ബോർഡർ ടെററിസത്തിനെയും ഈ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന അജണ്ടയും ഇന്നും അവർക്ക് മനസ്സിൽ പൂർണ്ണമായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ കുറച്ചൊരു പരുങ്ങലിലാണ് അവിടെ പാകിസ്ഥാന്റെ സ്ഥിതിവിശേഷം എടുക്കുകയാണെങ്കിൽ. എന്ന് വെച്ചാൽ ഈ ഇമ്രാൻഖാനെ മയക്കുന്ന ആ ഒരു രാഷ്ട്രീയ തന്ത്രം അവരെടുത്തത് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്നും പുറത്താക്കി. അതിനുശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ തന്നെയും ജനങ്ങൾ അദ്ദേഹം കാൻഡിഡേറ്റ്സിന് സപ്പോർട്ട് ചെയ്ത് വലിയ രീതിയിലുള്ള ഒരു ടേൺ ഔട്ട് ഉണ്ടാക്കി അവിടെ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പാകിസ്ഥാനി മിലിറ്ററിക്കുള്ള ഒരു പ്രശ്നം അവിടെ ഉള്ളത്, തലവേദന ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ റിട്ടയർഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനും സെർവിങ് ഓഫീസേഴ്സിനും അവരുടെ കുടുംബങ്ങളിലുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലും ഈ ഇമ്രാൻഖാന്റെ സന്ദേശം ഇങ്ങനെ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോഴതുകൊണ്ടും ഈ പട്ടാളത്തിന്റെ അകത്ത് തന്നെയും ഒരു തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം വന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എടുത്തുകൊണ്ട് അവർക്ക് ഈ പണ്ടത്തെ ഇനീഷ്യേറ്റീവ് വീണ്ടും കിട്ടണം, ആർമിയുടെ യൂണിറ്റി വീണ്ടും കിട്ടണം. അപ്പൊ ഒരു തരത്തിലുള്ള ഒരു യൂണിഫൈങ് ആയിട്ടുള്ള ഒരു ഫാക്ടറിനെ കണ്ടുപിടിക്കണം. എന്റെ അനുമാനത്തില് ഇതൊരു വളരെ വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് പോകാൻ പറ്റും. അത് കാരണം അവര് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇതിന് വില പോവുകയാണെങ്കിൽ അവര് ഫുൾ ത്രോട്ടിലായിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാൻ സാധ്യതയില്ലാതില്ല. അപ്പോൾ അത് കാരണം നമ്മളിത് വളരെ സൂക്ഷിച്ചു വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉദാഹരണത്തിന് ഇത് ലഷ്കർ ചെയ്തു എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ്. അതിന്റെ സ്റ്റൈലും എല്ലാം എടുക്കുന്നതും
പൂർണ്ണമായിട്ടുള്ള അതിന്റെ ആർമിക്ക് ആർമിയുടെ പിന്തുണ ഉണ്ടെന്നുള്ളതും ഏതാണ്ട് വ്യക്തമാണ്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം, ഈ ലക്ഷ്മൺ ദേബായ് പോലെയുള്ള ഒരു പ്രസ്ഥാനം ആർമിയുടെ ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ, ഗ്രീൻ ലൈറ്റ് ചെയ്യാതെ അവർ ഒറ്റയ്ക്ക് അത് ചെയ്യില്ല. അപ്പൊ അതൊക്കെ എടുത്തുകൊണ്ട് നമ്മളുടെ ഇവിടെ നിന്നുള്ള പ്രതികരണം വാക്കാലുള്ള പ്രതികരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് പുറമേ ആയിട്ട് ഗ്രൗണ്ടില് പ്രാക്ടിക്കൽ ലെവലില് എത്തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ആ വിധത്തിൽ എല്ലാ വിധത്തിലും നമ്മൾ എടുക്കുമ്പോഴും ഇത് പിന്നെ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ IMFന്റെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്. ലോകത്തിൽ മൊത്തത്തിലും വേൾഡ് ഇക്കോണമി കുറച്ച് മന്ദതയിലോട്ട് കടക്കുകയാണ്. പക്ഷെ അതിലെ ഓൺലി സോളിറ്ററി എക്സെപ്ഷൻ ഇന്ത്യയാണ്. ഇന്ത്യ ഇപ്പോഴും മേജർ ഇക്കോണമീസിന്റെ റാപ്പിഡ് ഗ്രോത്ത് എടുക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇമേജ് ഇന്ത്യയുടേത്, വാൻസിന്റെ വിസിറ്റ്, വൈസ് പ്രസിഡന്റ് വാൻസിന്റെ വിസിറ്റ്, ഇതൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഈ മുന്നോട്ടുള്ള നമ്മളുടെ ഡയനാമിക്സ് അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക, അതിനെ ഒന്ന് തകർക്കാൻ ശ്രമിക്കുക, അത്തരത്തിലുള്ള അജണ്ടകളും ഉണ്ട് ഇതിന്റെ പിറകിലെ. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇതൊരു ടെററിസ്റ്റ് ആക്ട് ആയിട്ട് മാത്രം എടുക്കാൻ പറ്റില്ല. ഇതിലൊരു വലിയൊരു പൊളിറ്റിക്കൽ കണ്ടന്റ് ഉണ്ട് എന്നാണ് എന്റെ അനുമാനം. ശ്രീ ഭദ്രകുമാർ, ഈ കാശ്മീർ റെസിസ്റ്റൻസ് ഈ അക്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടൊരു റിലീസ് ഇറക്കിയിരുന്നു. അങ്ങ് അത് കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. More than 85,000 domicils have been issued to non-locals, creating a pathway for demographic change in Indian-occupied Jammu and Kashmir. These non-locals arrive posing as tourists, obtain domicils, and then begin to act as if they own the land. Consequently, violence will be directed towards those attempting to settle illegally. അതെ, ഇതില് ഒരു കാര്യമുള്ളത്, ഇത് വലിയൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള എലിമെന്റ് അല്ല. ഇത് വളരെ സെലക്റ്റീവ് ആണെങ്കിലും അവിടുത്തെ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ നമ്പർ കൊണ്ട് ഡെമോഗ്രഫി ഒന്നും ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ ആസൂത്രിതമായിട്ട് സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള കോളനൈസേഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ശ്രീലങ്കയിൽ നടന്നിട്ടുണ്ടോ? ഞാൻ അവിടെ ജീവിച്ചും പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ പറയാം. ട്രിങ്കുമലി ഏരിയയിലും ഈസ്റ്റേൺ ഏരിയയിലും ജാഫ്നയിലും നടന്നിട്ടില്ല. എന്ന് വെച്ചാല് പോപ്പുലർ ബേസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകളെ കൊണ്ടൊന്നും അവിടെ കുന്തിത്തള്ളി അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ പറ്റില്ല. ഡെമോഗ്രഫി അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ലോകത്തിലെ ചരിത്രം എടുക്കുകയാണെങ്കിൽ തന്നെയും ഇതൊരു അറ്റവിസ്റ്റിക് ഫിയർ ഉണ്ടാക്കുന്ന ഒരു സ്ലോഗനാണിത്. അപ്പൊ ഞാനത് കണക്കാക്കുന്നില്ല. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട് ഇത് അവർ വളരെ മൈക്രോ മാനേജ് ചെയ്താണ് പോകുന്നത് ഈ അവിടുത്തെ സിറ്റുവേഷന്റെ നോർമലൈസേഷന്. അപ്പൊ മൈക്രോ മാനേജ് ചെയ്ത് പോകുന്ന സമയത്ത് ഇൻഫ്ലമേറ്ററി ആയിട്ട് എല്ലാത്തിനെയും കൂടെ തീ കത്തിക്കുന്ന രീതിയിലുള്ള ഒരു മൂവ് അവരുടെ സ്ഥലത്ത് നിന്നും ഉണ്ടാകുകയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ തന്നെയും ഞാൻ അംഗീകരിക്കുന്നു അവിടുത്തെ ഏലിയനേഷന്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അത് അവിടെ ഉണ്ട് ഇപ്പോഴും. അതിപ്പോ നോർമൽസി വന്നു കഴിഞ്ഞിരുന്നാൽ അവിടെ എല്ലാ ദിവസവും മരണങ്ങൾ നടക്കുന്നില്ല, എല്ലാ ദിവസവും ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നില്ല. ഇത്തരത്തിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ കൂടെ നോക്കുമ്പോഴാണ് നോർമൽസി എന്ന് നമ്മൾ പറയുന്നത്. നോർമൽസി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ ജീവിക്കുന്നത് പോലെയാവും. അത്തരത്തിലുള്ള ഒരു നോർമൽസി വളരെ 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 സമയം കഴിഞ്ഞതിന് ശേഷമേ വരുവുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഇവര് പ്രസ്താവന ഇറക്കുന്നത് ആളുകളെ ചൊടിപ്പിക്കാൻ വേണ്ടി അവർ ഇറക്കുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഈ ഒരു നമ്പർ പറഞ്ഞുണ്ടോ, 80,000 എന്നോ ഒറ്റല്ലേ താങ്കൾ പറഞ്ഞ ഈ നമ്പർ? ഞാൻ ഈ പ്രസ്താവന കണ്ടില്ല. 80,000 എന്നോ ഒറ്റല്ലേ പറഞ്ഞ് താങ്കൾ വായിച്ചു കേൾപ്പിച്ചത്. അപ്പൊ അതില് 85,000 ഇത് ആലോചിച്ച് നോക്കൂ, അത് യുക്തിപൂർവ്വം ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ഒരു പോപ്പുലേഷൻ അവിടെ നമ്മൾ ഇവിടുത്തെ കണക്കുകൂട്ടലുകൾ എടുക്കുന്ന സമയത്ത് കോടിക്കണക്കിനല്ലേ ചിന്തിക്കേണ്ടത്. അപ്പോ ആ രീതിയിൽ നോക്കുമ്പോൾ ഇതൊരു പങ്ക്ച്വേഷൻ പോലും ഇല്ല അവിടുത്തെ ഡെമോഗ്രഫിക് സിറ്റുവേഷനില്. അത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാണ്, അൺഇൻഫോംഡ് ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊരു ഇമോട്ടീവ് കണ്ടന്റ് ഉണ്ട്. കാശ്മീരിയാസും അതുമൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഇമോട്ടീവ് കണ്ടന്റ് ഉണ്ട്. അവിടെ നടക്കുന്ന കാര്യത്തിനെല്ലാം പലതരത്തിലുള്ള കോണറ്റേഷൻ ഉണ്ട്. ഹിന്ദു മുസ്ലിം റിലേഷൻഷിപ്പ്, കാശ്മീരിന്റെ ചരിത്രം, കാശ്മീരിന്റെ ആക്സഷൻ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. പിന്നെ അന്ന് 370 അംഗീകരിച്ചു കൊടുത്തത് അവിടുത്തെ ഇത്തരത്തിലുള്ള മൂവ്സ് നടക്കുകയെല്ലാം അംഗീകരിച്ചു കൊടുത്തിരുന്നു ആ സ്ഥലങ്ങളിൽ.
അപ്പൊ അതൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിൽ വലിയ ഇമോട്ടീവ് കണ്ടന്റ് ഉണ്ട്. അവർ വളരെ ഒരു കാര്യം മനസ്സിലാക്കണം, കാശ്മീരിലെ ആളുകൾ അവിടുത്തെ ലിറ്ററസി റേറ്റ് മാത്രം നോക്കിക്കൊണ്ട് പറയാൻ പറ്റില്ല. പൊളിറ്റിക്കലി വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ അവര് തീർച്ചയായിട്ടും ഈ അവർ കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ ഡെക്കേഡ്സിലും കടന്നുപോയിട്ടുള്ള ഈ ദുരന്തങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഡെമോഗ്രഫിക് സ്ട്രക്ചർ ഓൾട്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് പലരും വിവരമില്ലാത്ത ആളുകൾ പലരും ആ രീതിയിൽ വളരെ പ്രതികരിക്കുവാണ്, ഇമോഷണലായിട്ട് പ്രതികരിക്കും. അത് കണക്കൂട്ടി അവർ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ ഫാക്ടറാണെന്ന്, അതിനെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏലിയനേഷൻ ഉണ്ട്, ഏലിയനേഷന് പല ഘടകങ്ങളും ഉണ്ട്. അതിലെ ഒരു ഘടകമായിട്ട് ഇതിന് വേണമെങ്കിൽ നമ്മൾക്ക് ഒരു വശത്ത് ഒതുക്കി നിർത്താവുന്നതേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ ഭദ്രകുമാർ പ്രതികരിച്ചതിന്.